ഭജൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻസ് ആണ് ഹാർമോണിയം, പിന്നെ തബല, മൃദംഗം എന്നൊക്കെ പറയുന്നത്. ഡോൽക്കി. അതെ. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് പാടിയാലും ഒരു ഡിവൈൻ ഫീൽ കിട്ടും. ഏത് പാട്ട് പാടിയാലും ഒരു ഡിവൈൻ ഫീൽ കിട്ടും. പ്രത്യേകിച്ച് ആ ഹാർമോണിയം വെച്ചിട്ട് കണ്ട് പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിലുപരിയായിട്ട് നിങ്ങൾ ഇടയ്ക്ക് വയലിൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കീബോർഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ് സെലക്ഷൻ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികൾ കൊണ്ടുവരുന്നത്? അതെങ്ങനെയാണ് ഒരു ഫ്യൂഷനിലേക്ക് കൊണ്ടുവരുവാണോ? അത് ബേസിക്കായിട്ട് ഭജൻ പാടാൻ തബലയും മൃദംഗവും ഹാർമോണിയം മാത്രം മതിയല്ലോ. ഞങ്ങൾ ഓവറോൾ ഇപ്പം നമ്മളുടെ ഒരു പുതിയ ഫ്രഷ് ഫീൽ ഒരു സൗണ്ടിങ് ഭജനയ്ക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തത്. അപ്പം അതൊക്കെ എൻ്റെ അതൊരു ഫാക്ടറാണ് നമ്മളെ ആൾക്കാർ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള. അത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ആയതെന്ന് പറയുന്നത് സാഹചര്യം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഞങ്ങൾ ദുബായിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കവിടെ അവൈലബിലിറ്റി ആർട്ടിസ്റ്റുകളിലൊക്കെ കുറവാണ്. നമുക്ക് സ്ഥിരമായിട്ടുള്ള അവൈലബിലിറ്റി ഈ തബല വായിക്കുന്നതും അല്ലെങ്കിൽ ഹാർമോണിയം വായിക്കുന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ ഹാർമോണിയം വായിക്കുന്ന അജേഷ് ഭായ്, പുള്ളി ആക്ച്വലി കുറച്ച് എക്സ്പേർട്ട് കൂടുതൽ കീബോർഡിൽ പുള്ളി. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ കീബോർഡ് എടുത്തു, ചുമ്മാ വെറുതെ ക്യാഷിലിടും. അപ്പോൾ പുള്ളി കീബോർഡ് വായിച്ചു. അപ്പോൾ രസമുണ്ടല്ലോ കീബോർഡ്. ഞങ്ങൾ ഭജനയ്ക്ക് വായിച്ചപ്പോൾ ഭയങ്കര വേറൊരു കോഡ്സ് ഒക്കെ വെച്ച് വായിച്ചപ്പോൾ കോഡിംഗ് ഒക്കെ ഭജനയ്ക്ക് വന്നപ്പോൾ ഭയങ്കര രസം. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസിൻ്റെ വീട്ടിൽ ഹോം റെക്കോർഡിംഗ് സെഷൻസ് തന്നെയായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ കുറേ പാട്ടുകൾ ഞങ്ങൾ അങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് ആ സൗണ്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കുറേ പാട്ടുകളൊക്കെ ഒരു ഫ്രഷ് ഫീൽ, കോഡ്സ് ഒക്കെ വെച്ചിട്ട് ഭജന വരുമ്പോഴത്തേനല്ലേ. അപ്പം അതിനുശേഷമാണ് ഞങ്ങൾ ഒരു പ്രോഗ്രാം, ഒരു ലൈവ് പ്രോഗ്രാമിന് ഹരിപ്പാടമ്പലം ഉണ്ടല്ലോ, നമ്മുടെ ഹരിപ്പാടമ്പലത്തിൽ ഞങ്ങളൊരു പ്രോഗ്രാമിന് ഫസ്റ്റ് നമ്മുടെ ജയകൃഷ്ണനെ, ഞാനത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഞാനപ്പോൾ തന്നെ അന്നത്തെ പ്രോഗ്രാമിന് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി. 2 ദിവസം മുന്നെയാണ് വിളിച്ചത്. നമ്മുടെ അവിടെയുള്ള ഒരു പയ്യനുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു, നല്ല വയലിനിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഹരിപ്പാടയ്ക്ക് വേണ്ടി വയലിനിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞു. സ്റ്റേജിൽ പ്രാക്ടീസ് ഒന്നുമില്ല. ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്ന സ്റ്റേജ് വെച്ചിട്ടാണ്. നേരെ സ്റ്റേജിലേക്ക് കയറുന്നു, വായിക്കുന്നു, അടിപൊളിയായിട്ട് ഞാൻ വായിച്ചു. അതിനുശേഷം അപ്പോൾ ജയകൃഷ്ണൻ അന്ന് വായിച്ചത് അക്കോസ്റ്റിക് വയലിനായിരുന്നു എടുത്തത്, അന്ന് ഇലക്ട്രോണിക് വയലിനല്ലായിരുന്നു എടുത്തത് ഫസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ അവന് ഇത്രയും പേരെല്ലാം വോക്കലെല്ലാം പാടി കഴിയുമ്പോൾ അക്കോസ്റ്റിക് കേൾക്കത്തില്ല. അപ്പോൾ അതിനുശേഷം പറഞ്ഞു ഇതിന് ഇലക്ട്രോണിക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോഗ്രാമിനാണ് ഇലക്ട്രോണിക് വയലിനെടുത്തു. അപ്പോൾ അത് വേറൊരു എലിവേഷൻ കൊണ്ടുവന്നു. നമ്മളുടെ ആ ടോട്ടൽ സൗണ്ടിങ്ങിൻ്റെ വേറൊരു എലിവേഷൻ കൊണ്ടുവന്നു. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഞങ്ങളിത് 2013-ലോ 2014-ലോ ഞങ്ങൾ നമ്മുടെ അമ്പലമുണ്ട് വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം. അവിടെയാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം നമ്മളുടെ തട്ടകം എന്ന് പറയുന്നത്. ഓരോ പരീക്ഷണങ്ങളും അവിടുത്തെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ ചെയ്ത് ഞങ്ങളുടെ പരീക്ഷണങ്ങളെല്ലാം കണ്ട് വെറുത്ത മനുഷ്യന്മാരാണ് അവിടുത്തെ ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ 2014-ല് ഫുൾ ഡ്രം കിറ്റ്, ബേസ് ഗിറ്റാർ, ലീഡ് ഗിറ്റാർ, കീബോർഡ് ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങളൊരു ഭജൻ ചെയ്തായിരുന്നു. അത് 2014-ലാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ആൾക്കാർ ചോദിച്ചോ? അല്ല, അതിൽ ഞങ്ങളെല്ലാം മിക്സ് ചെയ്ത് മഹാഗണപതി കർണാട്ടിക് ഫ്യൂഷൻ ചെയ്തു, കർണാട്ടിക് പാട്ട് പാടി. അതിനുശേഷം അതിൻ്റെ കൂടുതൽ ഭജൻ, ഇതിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള കുറേ ഭജനകൾ. ഇതാണ് ഭജൻ ക്ലബിംഗ് എന്ന് പറയാം. 14 ഞങ്ങൾ ചെയ്താ. അപ്പം അങ്ങനെ സാധനം ഞങ്ങൾ ചെയ്തായിരുന്നു.